ഹായ് ഗൈസ്, ഞാൻ ഇന്നലെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്ളോഗിൽ എനിക്ക് തലകറക്കമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് വൈറ്റമിൻസിൻ്റെ കുറവാണ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവുള്ളവർ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോയിൽ തംബ്നെയിൽ അതായിരുന്നു വെച്ചിരുന്നത്. അപ്പം എൻ്റെ അടുത്ത് കമൻ്റ് ഇട്ടിട്ട് കുറച്ച് പേരിങ്ങനെ ചോദിച്ചു, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പം കമൻറ്റ് വഴി ടൈപ്പ് ചെയ്ത് അയക്കാൻ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പം ഞാൻ വീഡിയോ ഇടട്ടെ ചോദിച്ചപ്പോൾ ഓക്കെ, വീഡിയോ ഇട്ട ഉപകാരമായിരുന്നു. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, പ്രതിവിധി എന്താണ് എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രതിവിധി എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി, പ്രതിവിധി പറയുന്നതിന് മുമ്പ് വൈറ്റമിൻ ഡി എന്താണെന്ന് അറിയണം. ഇറ്റ്സ് എ ഹോർമോൺ. അതൊരു ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിൽ തനിയെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണും ഒരു വൈറ്റമിനും കൂടെയാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഉറക്കക്കുറവ്, നമ്മുടെ സന്ധികളുണ്ടല്ലോ, നമ്മുടെ പേശി, ഈ കൈമുട്ട് രാവിലെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയുന്നത്. കൈമുട്ട് രണ്ടും ഒടിഞ്ഞു പോകുന്ന അവസ്ഥ, കാൽമുട്ട് ചവിട്ടി നിൽക്കാൻ ബലം കിട്ടാതിരിക്കുക, ഉറക്കമില്ലായ്മ. നമ്മൾ കണ്ണടച്ച് കിടക്കും പക്ഷെ ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ കണ്ണ് മാത്രം ഉറങ്ങിയാൽ പോരല്ലോ, നമ്മളെ മനസ്സും കൂടി ഉറങ്ങണമല്ലോ. അപ്പോൾ കണ്ണടച്ച് കിടക്കും പക്ഷെ നമ്മൾ ഉറങ്ങൂല. അപ്പം ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. എനിക്കുണ്ടായ ലക്ഷണങ്ങളാണ് കൈമുട്ട് കഴപ്പെന്ന് പറയുമ്പോൾ ഇനി വേറെ മീനിങ്ങിൽ എടുക്കരുത്. നമ്മുടെ ഈ പൊക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്, അതിനെയാണ് പറയുന്നത്. മുട്ട് വേദന, കൈയിൻ്റെയും കാലിൻ്റെയും ജോയിൻസ് വേദന, ഉറക്കമില്ലായ്മ, നേരം വെളുക്കുന്നവരെ ഞാൻ 4 ദിവസമൊക്കെ ഉറങ്ങാൻ പറ്റാതിരുന്നിട്ടുണ്ട്. പിന്നെ ക്ഷീണം, മുഖമൊക്കെ ഉച്ച വരെ എൻ്റെ മുഖം ഭയങ്കര ഗ്ലോ ആയിരിക്കും. ഉച്ച കഴിയുമ്പം ഒരുമാതിരി രക്തം ഇല്ലാതെ മുഖം എല്ലാം കൂടെ കവളൊക്കെ ഒരുമാതിരി ഒട്ടി വാർന്നതുപോലെ ഇരിക്കും. ഇതൊക്കെയായിരുന്നു എൻ്റെ ലക്ഷണങ്ങൾ. അപ്പം വിറ്റാമിൻ ഡി നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു ഇതും കൂടെയാണ് വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇത് മെഡിസിൻ കഴിച്ച്, അതായത് ഒരുപാട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻ കഴിച്ചാൽ മാത്രമേ ഇത് നമ്മുടെ ശരീരത്തിൽ പിന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ. നമ്മൾ ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വെയിൽ കൊള്ളുക, രാവിലത്തെയും വൈകിട്ടത്തെയും വെയിൽ കൊള്ളുക എന്നത് മാത്രമാണ് നമുക്ക് ഉള്ള പ്രതിവിധി. വെയിലിൽ നിന്നുണ്ടാകുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പം എനിക്കിത് കുറഞ്ഞു, ഈ ഉറക്കമില്ലാത്ത സമയത്ത് ഞാൻ ആദ്യം താലൂക്ക് ഹോസ്പിറ്റലിലെ സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ട സമയത്ത് അവരെനിക്ക് 0.5 സ്ലീപ്പിംഗ് പിൽസ് തന്നു. ഞാൻ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് ഉറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖത്തൊക്കെ ഭയങ്കര നീരായിരുന്നു. അപ്പോൾ കുറേ ദിവസം ഇതെന്താണെന്ന് അറിയാൻ വയ്യാതെ ഉറക്ക ഗുളിക കഴിച്ച് പതിവിലും സമയം തെറ്റി ഉറക്കം എഴുന്നേൽക്കുക, ഒരു ദിവസത്തെ കാര്യങ്ങൾ മൊത്തം അവതാളത്തിലാക്കുക. നിസ്സാരമായൊരു കാര്യമല്ല വൈറ്റമിൻ ഡി കുറഞ്ഞാൽ കേട്ടോ. അപ്പം കൂടുതലായിട്ടും ഇത് വിദേശ രാജ്യങ്ങളിലാണ്. അവർ ഈ സൗദിയൊക്കെ പോലുള്ള രാജ്യങ്ങളിൽ കറുപ്പ് തുണി ഉപയോഗിക്കുന്നതുകൊണ്ട് സൂര്യപ്രകാശം ഉള്ളിൽ ചെല്ലാനിട്ടും പിന്നെ ആരും പുറത്തിറങ്ങില്ലല്ലോ അധികം. എല്ലാവരും അവർ രാത്രിയൊക്കെയാണ്, ആ രാജ്യത്തെ ചൂട് അറിയാമല്ലോ, ചൂടിൻ്റെ അവസ്ഥ. അപ്പം പകലാരും വെളിയിറങ്ങാത്തത് കൊണ്ടും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഇത് കുറവ് ഉള്ളതാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇത് വരുന്നത് കോവിഡിൻ്റെ ടൈമിലാണ്. ഒത്തിരി പേരും ഈ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് അകത്തിരുന്നപ്പോഴാണ് ഒരുപാട് പേർക്ക് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. എനിക്കും ആ സമയത്താണ് ഉണ്ടായത്. അപ്പം എനിക്ക് കുറഞ്ഞ് 10,000 എത്തിയിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കാണിച്ചത്. ശരിക്കും നമ്മൾ പോയിട്ട് മാനസികാരോഗ്യ വിദഗ്ധനെയൊന്നും കാണരുത്. ഞാൻ പിന്നീട് പോയിട്ടൊരു നല്ല ഡോക്ടറെ, ഒരു റൂമിൽ പോയൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ, ഒരു ബാലചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറെ പോയി കണ്ടപ്പം പുള്ളിക്കാരൻ്റെ കണ്ണ് കണ്ടപ്പോൾ മനസ്സിലായി എന്തോ കുറവുണ്ടെന്ന്. അങ്ങനെ വൈറ്റമിൻ ഡി നോക്കണമെന്ന് പറഞ്ഞു. 1,200 രൂപയാണ് ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ വൈറ്റമിൻ ഡി നോക്കിയപ്പോൾ എനിക്ക് 10,000 ഒരുപാട് കുറഞ്ഞു. 2 ലക്ഷം വേണോ ഇത്. പിന്നീട് വീക്ക്ലി വൺസ് വെച്ചിട്ട് ഒരു 6 ഗുളിക തന്നു. 6 ആഴ്ച കഴിക്കണം. അതായത് ഈ തിങ്കളാഴ്ച കഴിച്ചാൽ പിന്നെ അടുത്ത തിങ്കളാഴ്ച, ഈ ചൊവ്വാഴ്ച കഴിച്ചാൽ പിന്നെ അടുത്ത ചൊവ്വാഴ്ച, അങ്ങനെ വെച്ചിട്ട് 6 ടാബ്ലറ്റ് തന്നു. അപ്പോൾ നമുക്കിത് കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടണമെങ്കിൽ ടാബ്ലറ്റ് കഴിച്ചേ പറ്റൂ. പിന്നെ നമുക്ക് ഫുഡിന്നോ വെയിൽ കൊണ്ടിട്ടോ ഒന്നും കൂട്ടാൻ പറ്റത്തില്ല. തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്ക് ഇത്തിരിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിൽ കൊണ്ടാൽ മതി. വെയിൽ കൊള്ളുന്നതാണ് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത്. പിന്നെ ഫുഡ്, ചൂര, മീൻ, മുട്ടയുടെ മഞ്ഞക്കുരു, ഇതിലൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഞാൻ പറഞ്ഞില്ല, അത് വൈറ്റമിൻ എന്നതിലുപരി ഒരു ഹോർമോണും കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ സാരമായിട്ട് ബാധിക്കും. ചിലപ്പം നമ്മൾ തളർന്ന് കിടപ്പിലായി പോകാൻ വരെ സാധ്യതയുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നമ്മുടെ മുട്ടൊന്നും കൈകാലൊന്നും ചലിപ്പിക്കാൻ പറ്റില്ല. ദേഹമൊക്കെ ചുട്ട് പൊള്ളുന്നത് പോലെ ഒരു നീറ്റലും പുകച്ചിലും ഒക്കെ ഉണ്ടാവും. ഞാൻ ഒരുപാട് പേടിച്ചതാണ്. എനിക്ക് മെൻ്റലായിപ്പോയോ, ഡിപ്രഷനാണോ എന്നവരൊക്കെ ചിന്തിച്ച്, ഞാൻ ഡിപ്രഷനാണെന്ന് ചിന്തിച്ച് മെൻ്റലായിപ്പോയെന്ന് ചിന്തിച്ച് മെൻ്റൽ ഹോസ്പിറ്റലിൽ വരെ കയറേണ്ട അവസ്ഥ വന്നൊരു ഇതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാതെ നോക്കുക. കറുത്ത തുണി, കറുപ്പ് ഉള്ള ഡ്രസ്സൊക്കെ അധികം ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ കുറവ് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം പുറത്തൊക്കെ ഇറങ്ങി സഞ്ചരിക്കാൻ തുടങ്ങി. ലോക്ക്ഡൗണൊക്കെ മാറിയതിന് ശേഷം ഒരുപാട് പേർക്കും
ഒരുപാട് പേർക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇത് മാറിയത്. അപ്പം ഇതൊക്കെയായിരുന്നു എനിക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള റീസൺ. പുറത്തിറങ്ങാതെ ലോക്ക്ഡൗൺ സമയത്ത് വീടിനകത്ത് ഇങ്ങനെ കയറിയിരുന്നത് കൊണ്ടാണ് ഉണ്ടായത്. എനിക്കുണ്ടായ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് പെയിൻസിൻ്റെ വേദന, ഉറക്കമില്ലായ്മ, പിന്നെ ദേഹം മൊത്തമുള്ള നീറ്റലും പൊള്ളലും വെപ്രാളവും ശ്വാസതടസ്സം അനുഭവപ്പെടും കേട്ടോ. വെപ്രാളം, ഇതൊക്കെയായിരുന്നു എൻ്റെ ലക്ഷണങ്ങൾ. അപ്പം എനിക്ക് കമൻ്റ് ഇട്ട് ഇത് പറഞ്ഞു തരണമെന്ന് പറഞ്ഞവർക്ക് വ്യക്തമായൊരു മറുപടി ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഉറക്കക്കുറവുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സൈക്കാട്രിസ്റ്റിനെ ഒന്നും പോയി കാണാതെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനീ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം വൈറ്റമിൻ ഡിയുടേതും ആയിരിക്കണമെന്നില്ല, എങ്കിലും മസ്റ്റായിട്ട് വൈറ്റമിൻ ഡി ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച്.